നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ബേസിക് എഡ്യൂക്കേഷൻ. എന്താണ് ബേസിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നൈതാലിയം? 1937 മഹാത്മാഗാന്ധി കൊണ്ടുവന്ന അദ്ദേഹം എഴുതിയ ഒരു ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിൽ വരദ കമ്മീഷൻ പുറത്തിറക്കിയ ഒരു റൂളാണ് ന്യൂ എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്നത്. അതായത് ബേസിക് എഡ്യൂക്കേഷൻ. എന്താണ് ബേസിക് എഡ്യൂക്കേഷൻ എന്ന പേര് വരാൻ കാരണം? ബേസിക്കായി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി വളർന്നു വരുന്നതോടൊപ്പം തന്നെ ബേസിക്കായിട്ടുള്ള ഇൻഫോർമേഷൻസ് പഠിക്കുക. ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയെ കുറിച്ചിട്ടാണെങ്കിലും നാം എന്താണെന്നുള്ള ഒരു ബേസിക് ഇൻഫോർമേഷൻ അറിയുക എന്നതാണ് ബേസിക് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഹോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് എന്ന് ഉദ്ദേശിച്ചത് എല്ലാ തരത്തിലുമുള്ള ഒരു കുട്ടിയുടെ വളർച്ച, മൈൻഡ്, ബോഡി, സ്പിരിറ്റ്, ഒരു ക്ലാസ് റൂമിൽ നിന്ന് കിട്ടുന്ന എഡ്യൂക്കേഷൻ അല്ലാതെ എല്ലാ തരത്തിലുമുള്ള ബോഡി, മൈൻഡ്, സ്പിരിറ്റായിട്ടുള്ള ഡെവലപ്മെൻ്റാണ് ഉദ്ദേശിക്കുന്നത്. ആക്ടിവിറ്റി സെൻറ്റേർഡ് ലേണിംഗ് എന്ന് ഉദ്ദേശിച്ചത് റിജക്റ്റ് ദ ട്രഡീഷണൽ ലിറ്ററസി ഫോക്കസ്ഡ് മോഡൽ ഫോർ എ ലേണിംഗ് ബൈ ഡൂയിങ്. അതായത് നാം എന്താണോ കേൾക്കുന്നത് അതിനനുസരിച്ച് തന്നെ നാം ചെയ്യുക. നമ്മൾ എന്താണോ പഠിച്ചത് അത് പ്രാവർത്തികമാക്കാൻ നോക്കുക. അതാണ്. അടുത്തത് കോർ പ്രിൻസിപ്പൾ. അത് നമ്മൾ തമ്മിലുള്ള റിലേഷൻ. ഒരു ക്ലാസ് റൂമിലാണെങ്കിലും ഒരു ടീച്ചറും സ്റ്റുഡൻറ്റും എങ്ങനെ ആവണമെന്നും വെറുതെ ലിസണിങ് മാത്രമല്ല നമ്മളെ കൊണ്ട് തന്നെ ഓരോ വർക്കുകൾ ചെയ്യിപ്പിക്കുക. അതാണ് ഗാന്ധിജി ഉദ്ദേശിക്കുന്നത്. ഇനി 3H's ഓഫ് നൈതാലിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ തലച്ചോറ്, ഹൃദയം, കൈകൾ എന്നിവയുടെ സമഗ്രമായ വികസനമാണ്. ഇതിൽ തലച്ചോറ് നമ്മൾ ഗണിതം, ശാസ്ത്രം തുടങ്ങിയ പരമ്പരാഗതമായ അക്കാദമിക് പഠനം നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ആ മനസ്സിലാക്കിയെടുത്തതിലൂടെ സത്യസന്ധത, അഹിംസ, സഹാനുഭൂതി, സാമൂഹിക ഉത്തരവാദിത്തം തുടങ്ങിയ മൂല്യങ്ങൾ വളർത്തുക. അത് നമ്മൾ അറിയുക. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. നല്ലത് ഏതാണ്, അതായത് നമ്മൾ എന്താണോ കേട്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ നല്ലത് ഏതാണെന്ന് ചെയ്യാൻ നോക്കുക. അതാണ് ഈ 3 ഹാർട്ട്, ഹെഡ്, ഹാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 3 ഘടകങ്ങളെയും വെവ്വേറെയല്ല, മറിച്ച് ഒരു ഉൽപാദനപരമായ തൊഴിലിലൂടെ ഒരുമിച്ച് വികസിപ്പിച്ചെടുക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യം. അക്കാദമിക പഠനവും തൊഴിൽ പരിശീലനവും ധാർമ്മിക മൂല്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സമഗ്ര വിദ്യാഭ്യാസമാണ് ഈ നൈതാലിയം ഉദ്ദേശിക്കുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ സെൽഫ് സപ്പോർട്ടിംഗ് ആസ്പെക്ട്. ഇതിൻ്റെ ഓരോ ഗുണങ്ങൾ എന്തായിരുന്നു? ഉൽപാദനക്ഷമമായ കൈത്തൊഴിൽ ഒരു മാധ്യമമായിരുന്നു. അതായത് തിരഞ്ഞെടുക്കുന്ന കരകൗശല വിദ്യ വെറും ഒരു വിഷയം മാത്രമല്ല, മറ്റേ എല്ലാ വിഷയങ്ങളെയും പഠിപ്പിക്കുന്നതിനും പരസ്പരം ബന്ധിപ്പിക്കുന്നതിനുമുള്ള ഒരു ആയുധം പോലെയായിരുന്നു ഇവരുടെ വർക്ക് ബേസിക് എഡ്യൂക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. കുട്ടികൾ ഒരു സൃഷ്ടിപരവും ഉൽപാദനപരവുമായ പ്രക്രിയയിൽ സജീവമായി പങ്കുചേരുന്നു. എക്കണോമിക് ഇൻഡിപെൻഡൻസ് പ്രിപ്പയർ സ്റ്റുഡൻറ്റ് ടു ബി സെൽഫ് റിലയൻറ്റ് സിറ്റിസൺ. അതായത് ഓരോരുത്തർക്കും സ്വതന്ത്രമായി ജീവിക്കാനും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കാനുമാണ് ഈ ബേസിക് എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്നത്. അത് സ്കൂൾ പഠിക്കുന്ന കാലം തന്നെ അവരെ അതിന് പ്രാപ്തരാക്കുക. 7 വയസ്സ് വരെ കമ്പൾസറി എഡ്യൂക്കേഷനും 14 വയസ്സ് വരെയെങ്കിലും കുട്ടികളെ ഇത്തരത്തിലുള്ള പഠിക്കുന്നതിനോടൊപ്പം തന്നെ വർക്ക് ചെയ്യിപ്പിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതിനോടൊപ്പം തന്നെ സ്വയം പ്രാപ്തരാക്കാൻ സഹായിക്കുക എന്നതായിരുന്നു ഇവർ ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ കുട്ടികൾ കരകൗശല ആയുധങ്ങൾ ഉപയോഗിക്കാനും പിന്നെ കായിക അധ്വാനത്തിൻ്റെ മഹത്വം കുട്ടികളിൽ അറിയിക്കുക. അതോടൊപ്പം തന്നെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്കും ഇത് സംഭാവന നൽകുന്നു. വിദ്യാലയങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ഫണ്ടിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, സ്വയം പ്രാപ്തരാക്കുക. അതായിരുന്നു മെയിനായിട്ടുള്ള ലക്ഷ്യം.
പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, ഇതിലൂടെ അവർക്ക് ക്രിട്ടിക്കലായിട്ടുള്ള തിങ്കിങ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, എഡ്യൂക്കേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഒരു കുട്ടിക്ക് സമൂഹത്തെക്കുറിച്ചും ആ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്നും താൻ എന്താണെന്നും തനിക്ക് എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള കഴിവ് നേടിയെടുക്കുക എന്നതും ബേസിക് എഡ്യൂക്കേഷൻ നൽകുന്നു. അടുത്തത് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ചലഞ്ചസ്. ഈ നൈനിറ്റാലിയം നടപ്പാക്കലും അതിലെ വെല്ലുവിളികളും കൂടാതെ ആധുനിക കാലത്തെ സാധ്യതകളുമാണ് ഇനി പറയാൻ പോകുന്നത്. കണ്ടംപററി അഡാപ്റ്റേഷൻ, ഡിജിറ്റൽ ഫാബ്രിക്കേഷൻ, പുനരുപയോഗ ഊർജം തുടങ്ങിയ ആധുനിക തൊഴിലുകളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് നൈനിറ്റാലിയമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഇന്നും പ്രാവർത്തികമാക്കാം. പഴയ കാലത്തെ കരകൗശലങ്ങൾക്കു പകരം പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ ഉൽപ്പാദനപരമായ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുക. ബേസിക് എഡ്യൂക്കേഷൻ നേരിട്ട വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ, ചരിത്രപരമായി നൈനിറ്റാലിയമിന് പല വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. സാമ്പത്തികമായ കാര്യങ്ങളിൽ യാഥാർത്ഥ്യബോധ്യമില്ലാത്ത പ്രതീക്ഷകൾ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തോടുള്ള എതിർപ്പ്, നടപ്പാക്കുന്നതിലൂടെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എന്നിവ ഇതിൽ പെടുന്നു. അക്കാദമികവും തൊഴിലധിഷ്ഠിതവുമായ വിദ്യാഭ്യാസ മേഖലകൾ തമ്മിലുള്ള വിടവ് നികത്താൻ നൈനിറ്റാലിയം തത്വങ്ങൾ സഹായിക്കുന്നു. പഠനവും അധ്വാനവും തമ്മിൽ വേർതിരിക്കാതെ രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായമാണിത്. അധ്യാപകർ വെറും പാഠം പറഞ്ഞു കൊടുക്കുന്നവർ എന്നതിലുപരി കഴിവുള്ള കരകൗശല വിദഗ്ധരെയും പഠന പ്രക്രിയകളിൽ കുട്ടികളെ സഹായിക്കുന്നവരുമാകണം. ഇത്തരത്തിലുള്ള പുതിയ സമീപനത്തിന് അനുയോജ്യമായ രീതിയിൽ അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകുക എന്നതും ബേസിക് എഡ്യൂക്കേഷനിലൂടെ ഗാന്ധിജി ഊന്നിയിട്ടുണ്ട്. അവസാനം ഇതിൻ്റെ കൺക്ലൂഷൻ പറയുമ്പോൾ, വിദ്യാഭ്യാസം എന്നത് വെറും എഴുത്തും വായനയും മാത്രമല്ലെന്ന് നൈനിറ്റാലിയം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതിനപ്പുറം ജീവിതത്തിനാവശ്യമായ ധാർമ്മികവും പ്രായോഗികവുമായ കഴിവുകൾ നേടേണ്ടതുണ്ട്. ജീവിതത്തിനായുള്ള വിദ്യാഭ്യാസം ഒരു ജോലിക്ക് വേണ്ടി മാത്രമല്ല, അർത്ഥവത്തായതും സ്വയം പര്യാപ്തവുമായ ഒരു ജീവിതം നയിക്കാൻ വ്യക്തികളെ ഇത് പ്രാപ്തരാക്കുന്നു. എല്ലാ തരം ജോലികളുടെയും മഹത്വത്തെ വിലമതിച്ചുകൊണ്ട് കൂടുതൽ നീതിയും തുല്യതയുമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. സമഗ്രവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇന്നും പ്രചോദനമേകുന്ന ഒരു അടിസ്ഥാന തത്വശാസ്ത്രമാണ് നൈനിറ്റാലിയം. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ MCQ നോക്കാം. Who formulated the concept of basic education, also known as നൈനിറ്റാലിയം? രവീന്ദ്രനാഥ ടാഗോർ, ജവഹർലാൽ നെഹ്റു, മഹാത്മാ ഗാന്ധിജി, വിജയഗർ. ആൻസർ മഹാത്മാ ഗാന്ധി. The Nainital system emphasizes the all-round development of child. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മൈൻഡ്, ബോഡി ആൻഡ് സ്പിരിറ്റ്. According to Gandhiji, the medium of instruction at the elementary stage should be English, Hindi, Sanskrit, mother tongue. Nainital believes that true education should be closely linked with productive work. Reason: productive work helps students develop self-reliance and dignity of labor. Both A and R are true. R correctly explain A, B. Both A and R are true, but R does not explain A. അടുത്ത A is true, but R is false. A is false, but R is true. Both A and R true ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് the principles of Nainital are irrelevant in today's education system. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മോഡേൺ എഡ്യൂക്കേഷൻ ഫോക്കസസ് ഓൺലി ഓൺ ടെക്നോളജി ആൻഡ് നോട്ട് ഓൺ വാല്യൂസ് ഓർ കമ്മ്യൂണിറ്റി. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് A is false, but R is true. അടുത്ത് the Varada scheme of education is based on which educational philosophy? Western industrial education, Nainital, scientific and technical education, colonial education. Answer Nainital.
Which committee was responsible for preparing the detailed plan of Varda scheme? Hunter Commission, Kothari Commission, Zakir Hussain Committee, Mudaliar Commission. Answer: Zakir Hussain Committee. Which of the following was considered the spinning wheel or core of Naitalian? Manual productive work, religious studies, military training, physical education. Manual productive work. The ideas of socially useful productive work in the National Curriculum Framework in 2005 reflect which Gandhian educational concept? Non-corporational, Naitalian workers' education, industrial discipline, and moral instruction. Answer is Naitalian workers' education.